أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد കിതാബ് സിയാം നോമ്പിനെ പറ്റി പറയുന്ന കിതാബാണ്. ശറഹുൽ മുഹദബാണ് കേട്ടോ. നോമ്പിനെ പറ്റി പറയുന്ന കിതാബ്. ഫിൽ ലുഗത്തി, നോമ്പെന്ന് പറഞ്ഞാൽ ലുഗത്തിൽ എന്താണ്? അൽ ഇംസാക്ക്, ഇംസാക്ക് ചെയ്യുക എന്നാണ് ഭാഷാർത്ഥത്തിൽ നോമ്പിന് പറയാം. ഇംസാക്ക് എന്ന് വെച്ചാൽ പിടിച്ചു വെക്കുക, മിണ്ടാതിരിക്കുക. വൈസ്തഅമലു ഫീ കുല്ലി ഇംസാക്കിൻ, എല്ലാ ഇംസാക്കിലും അതിനെ ഉപയോഗിക്കപ്പെടും. അത് സാമെന്ന് സിയാമെന്ന് എല്ലാം പിടിച്ചു വെക്കുന്നതിലും എല്ലാം മിണ്ടാതിരിക്കുന്നതിലും യുക്കാല് പറയപ്പെടും. സാമാന്ന് പറയും. ഇതാ സക്കത്ത, മിണ്ടാതിരുന്നാൽ. സാമത്തിൽ ഖൈലു എന്ന് പറയും, അതായത് വഖഫത്ത്, അത് നിന്നാൽ. വഫി ഷറഈ, അപ്പോൾ ഇനി ഷറഈൽ എന്താണ്? മതപരമായിട്ട് സിയാമെന്ന് പറഞ്ഞാൽ മഖ്സൂസൻ, ഷറഈൽ ഇംസാക്കുൻ മഖ്സൂസൻ അൻ ഷൈഇൻ മഖ്സൂസിൻ ഫി സമനിൻ മഖ്സൂസിൻ മിൻ ശൈഖ്സിൻ മഖ്സൂസ്. ഒരു പ്രത്യേക ഇംസാക്കാണ്. അത് തന്നെ ഒരു പ്രത്യേക കാര്യത്തെ തൊട്ട്, അത് തന്നെ ഫി സമനിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേക കാലത്തിൽ. അത് തന്നെ മിൻ ശഖ്സിൻ മഖ്സൂസിൻ, ഒരു പ്രത്യേകമായ ശഖ്സിൽ നിന്നിട്ട്, അത് പ്രത്യേക വ്യക്തിയിൽ നിന്നുള്ള, പ്രത്യേക കാലത്തിലുള്ള, പ്രത്യേക കാര്യത്തെ തൊട്ട് പ്രത്യേകമായ എന്താണ്? മിണ്ടാതിരിക്കൽ, ഇംസാക്ക്, അണക്കമടങ്ങുക. വൈകാലു പറയപ്പെടും റമളാനു എന്ന് പറയും. ഷഹ്റു റമളാനു എന്ന് പറയും. ഹാദാ ഹുവ സഹീഹു അല്ലദീ ദഹബ ഇലൈഹിൽ ബുഖാരി. വൽ മുഹഖിഖൂന ഖാലൂ, ഇനി പറയുന്നത് എന്താണ്? യുഖാലു പറയപ്പെടാറുണ്ട് റമളാൻ എന്നും പറയും, ഷഹ്റു റമളാൻ എന്നും പറയും. ഹാദാ ഹുവ സഹീഹു, ഷഹ്റു റമളാൻ, അതാണ് സഹീഹ്. അല്ലദീ ദഹബ ഇലൈഹിൽ ബുഖാരി, ബുഖാരി ഇമാം അതിലേക്കാണ് പോയത്. വൽ മുഹഖിഖൂന, മുഹഖിഖീങ്ങൾ ഖാലു, അവർ പറഞ്ഞു, വലാ കറാഹത്ത ഫീ ഖൗലി റമളാൻ, റമളാൻ എന്ന് പറഞ്ഞാൽ കറാഹത്തില്ല. റമളാൻ ഷഹ്റു റമളാൻ എന്ന് പറയണോ? റമളാൻ എന്ന് പറഞ്ഞാൽ മാത്രം കറാഹത്തൊന്നുമില്ല. വഖാല അസ്ഹാബു മാലിക്കിൻ്റെ അസ്ഹാബ് പറഞ്ഞു, മാലിക് റളിയല്ലാഹു അൻഹു അസ്ഹാബ് പറഞ്ഞു, യുക്റഹു വ യുഖാല റമളാൻ, യുക്റഹു കറാഹത്താണ്, യുഖാല പറയപ്പെട റമളാൻ എന്ന് പറയൽ. ബൽ എന്നല്ല, ലാ യുഖാൽ ഇല്ലാ ഷഹ്റു റമളാൻ, ഷഹ്റു റമളാൻ എന്നല്ലാതെ പറയരുത് എന്ന് അസ്ഹാബ് മാലിക് പറഞ്ഞു. സവാവൻ ഇൻകാന ഹുനാക ഖരീനത്തുൻ അംല, അവിടെ ഖരീനത്തുണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഷഹ്റു റമളാൻ എന്നല്ലാതെ പറയരുത്. റമളാൻ എന്ന് പറയൽ കറാഹത്താണ്. അപ്പോൾ മാസം കൂടി ചേർത്ത് പറയണം. വസഅമു, അവർ വാദിച്ചു, അന്ന റമളാൻ എന്നുള്ളത് മിൻ ഇസ്മൻ മിൻ അസ്മാഇല്ലാ, അല്ലാഹു തആലയുടെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ്. ഇസ്മൻ മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടൊരു പേരാണ്. ഖാലൽ ബൈഹഖി പറഞ്ഞു, വറുവിയ ദാലികൻ മുജാഹിദിൻ വൽ ഹസന്, ഇതിനെ റിവായത്തെപ്പെട്ടു മുജാഹിദിനെ തൊട്ടും ഹസൻ എന്നവരെ തൊട്ടും. വത്തരീഖു ഇലൈഹിമാ ലഈഫൻ, അത് രണ്ടിലേക്കുള്ള വഴി ലഈഫാണ്, ബലഹീനമാണ്. വറവാഹു അൻ മുഹമ്മദ് ബിൻ കഅബിനെ തൊട്ട് അതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഹ്തജ്ജു ബി ഹദീസിൻ റവാഹുൽ ബൈഹഖി റിവായത്ത് ചെയ്തൊരു ഹദീസ് കൊണ്ട് അവർ തെളിവ് പിടിച്ചു. അൻ അബീ ഹുറൈറയെ തൊട്ട് റിവായത്ത് ചെയ്തു റളിയല്ലാഹു അൻഹു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് അബൂ ഹുറൈറ, ഖാല
നബി പറഞ്ഞു ലാ തഖൂലു റമളാൻ, അപ്പോൾ റമളാൻ എന്ന് നിങ്ങൾ പറയരുത്. വൈന്ന റമളാന, കാരണം റമളാൻ എന്നുള്ള ഇസ്മം മിൻ അസ്മാഇല്ലാഹി തആല, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ്. വലാകിൻ ഖൂലു ഷഹ്റു റമളാൻ, എങ്കിലും നിങ്ങൾ ഷെഹ്റു റമളാൻ എന്ന് പറയുക. റമളാൻ്റെ കൂടെ മാസം ചേർത്ത് പറയുക, ഷെഹ്റു റമളാൻ, റമളാൻ മാസമെന്ന്. വഹാദാ ഹദീസുൻ ലഈഫൻ ലഹഫുൽ ബൈഹഖി വഗൈറുഹു, ഈ ഹദീസ് ലഈഫായ ഹദീസാണ്. ബൈഹഖി ഇമാം അതിനെ ലഈഫാക്കി, വഗൈറുഹു മറ്റുള്ളവരും. വല്ലഅഫു ളുഫ് ഫീ ഇതിൽ ബയ്യിനാണ്, കാരണം ഫൈന്ന മിൻ റുവാത്തിഹി, കാരണം അതിൻ്റെ റിപ്പോർട്ടർമാരിലുണ്ട് നജീഹസന്തി ഉണ്ട്, നജീഹസിന്തി ഉണ്ട്. വഹു ലഈഫുൻ സയ്യുൽ ഹിഫ്ലി, അദ്ദേഹം ബലഹീനനാണ്, ഹിഫ്ല് മോശമായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഹദീസിൽ ലഅഫുണ്ട്, അത് ബൈഹഖി ഇമാമും വൈറൊക്കെ ലൈഫാക്കിയിട്ടുണ്ട്. വക്കാല അക്സറു അസ്ഹാബിന, നമ്മുടെ അസ്ഹാബുകൾ അധിക ആളുകളും പറഞ്ഞു, കസീറം മിൻഹും, അല്ലെങ്കിൽ അവരിൽ അധിക ആളുകളും പറഞ്ഞിട്ടുണ്ട്. വബനുൽ ബാഖില്ലാനി, വബനുൽ ബാഖില്ലാനി പറഞ്ഞു, ഇൻകാന ഹുനാക കരീനത്തൻ, അവിടെ ഒരു കരീനത്തുണ്ടായാൽ നസ്രിഫുഹു ഇല ഷഹരി, നമ്മളതിനെ തിരിക്കും. അല്ലെങ്കിൽ തസ്രിഫുഹു ഇല ഷഹരി, ആ കരീനത്ത് ആ റമളാനിനെ മാസത്തിലേക്കാണ് തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കരീനത്തുണ്ടായാൽ ഫലാ കറാഹത്ത, അപ്പോൾ കറാഹത്തില്ല എന്ന് നമ്മുടെ അസ്ഹാബുകളിൽ ഏറ്റവും കൂടുതൽ ആളുകളും അല്ലെങ്കിൽ അധിക ആളുകളും പറഞ്ഞത് ഇങ്ങനെയാണ്. അപ്പോൾ കരിനത്തുണ്ടായാൽ കറാഹത്തില്ല, കരിനത്തില്ലെങ്കിൽ കറാഹത്താണ്. കാലൂർ പറഞ്ഞു ഫൈ കാലു, പറയപ്പെടും, അപ്പോൾ പറയപ്പെടും സുംനാ റമളാന വഖുംനാ റമളാന വറമളാന അഫ്ളൽ അശ്ഹുരി, ഞങ്ങൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ചു. വഖുംനാ റമളാൻ, റമളാനിൽ ഞങ്ങൾ നിന്ന് നിസ്കരിച്ചു. റമളാനാകുന്നത് അഫ്ളൽ അശ്ഹുരി, മാസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നൊക്കെ എന്ത് ചെയ്യും, അത് പറയപ്പെടും. വതുത്ലബു ലൈലത്തുൽ ഖദ്രി ഫി അവാഖിരി റമളാൻ, റമളാനിൻ്റെ അവസാനങ്ങളിൽ ലൈലത്തുൽ ഖദ്ർ തേടപ്പെടും. വഷ്ബാഉ ദാലിക, അപ്പോൾ ഇതിനോട് സാദൃശ്യമായ കാര്യങ്ങളൊക്കെ വലാ കറാഹത്ത ഫി ഹാദാ കുല്ലി, ഈ പറഞ്ഞതിലൊന്നും കറാഹത്തില്ല. കാരണം അവിടെ എന്താ, കരീനത്തുണ്ട്, റമളാൻ ഉദ്ദേശം റമളാൻ മാസമാണെന്ന്. കാലൂർ പറഞ്ഞു വൈന്നമാ യുക്രഹു, തീർച്ചയായും കറാഹത്താക്കപ്പെടൽ യുക്കാല പറയലാണ്, ജാ റമളാനു, റമളാൻ വന്നു, വ ദഖല റമളാനു, റമളാൻ കടന്നു, വ ഹളറ റമളാൻ, റമളാൻ ഹാജരായി, വ ഉഹിബ്ബു റമളാന, ഞാൻ റമളാനെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയലാണ് കറാഹത്ത്. വസ്സബാബു, സത്യം, അന്നൗല കറാഹത്ത ഫി കൗലി റമളാന മുത്ലഖൻ, കറാഹത്തില്ല എന്നാണ് ഫി കൗലി റമളാൻ എന്ന കൗലിൽ മുത്തലക്ക നിരുപാധികം കറാഹത്തില്ല എന്നാണ് സത്യമായ അഭിപ്രായം. വൽ മദ്ഹബാനിൽ ആഖറാനിൽ ഫാസിദാനി, വൽ മദ്ഹബാനിൽ ആഖറാനിൽ ഫാസിദാൻ, ഇനി മറ്റ് രണ്ട് ഫാസിദായ രണ്ട് മദ്ഹബുണ്ട്, ഫസാദുള്ള രണ്ട് മദ്ഹബ്. കാരണം അല്ലെങ്കിൽ അൽ മദ്ഹബാനിൽ ആഖറ, മറ്റേ രണ്ട് മദ്ഹബുകൾ രണ്ടും ഫാസിദാണ്. കാരണം ലിഅന്നൽ കറാഹത്ത് ഇന്നമാ തസ്ബുത്തു, കാരണം കറാഹത്ത് സ്ഥിരപ്പെടുന്നത്, അപ്പോൾ സവാബ് റമളാൻ എന്ന കൗലിൽ കറാഹത്തില്ല എന്നാണ്. മറ്റേ രണ്ട് മദ്ഹബുകളും ഫാസിദാണ്. കാരണം ലിഅന്നൽ കറാഹത്ത് ഇന്നമാ തസ്ബുത്തു ബി നഹി ശർഹി ഷർഈ, ഷർഇൻ്റെ നഹി കൊണ്ടിട്ടാണ് സ്ഥിരപ്പെടുക. ഒരു കാര്യം കറാഹത്താണോ കറാഹത്തല്ല എന്നൊക്കെ എങ്ങനെ സ്ഥിരപ്പെടുന്നത്, മതപരമായ വിധിയുണ്ട്, നിരോധനം ഉണ്ടെങ്കിലല്ലേ സ്ഥിരപ്പെടുക. വലം യസ്ബുത്ത് ഫീ നഹിയൻ, അതിൽ ഒരു നഹിയും സ്ഥിരപ്പെട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഷർഇൻ്റെ നഹി വന്നിട്ടില്ല. അതുകൊണ്ട് സത്യമാകുന്നത് കറാഹത്തില്ല എന്ന. വ ഖൗലുഹും, അവിടെ ഖൗൽ അന്നഹു മിൻ അസ്മാഇല്ലാഹി തആല, അവർ പറഞ്ഞല്ലോ റമളാൻ എന്ന അള്ളാഹിൻ്റെ നാമമാണെന്ന് പറയൽ, നാമത്തിൽ പെട്ടതാണെന്ന് പറയൽ അവരുടെ ആ കൗല് ലൈസ ബി സഹീൻ, അത് സഹീഹൊന്നുമല്ല. വലം യസിയ ബി ഷെയ്ഉൻ, അതിൽ ശരിയായിട്ട് ഒരു ഹദീസും വന്നിട്ടുമില്ല. വസ്മാഉല്ലാഹി തആല തൗഖീഫിയാണ്, അള്ളാഹിൻ്റെ പേരുകളൊക്കെ തൗഖീഫിയാണ്. ലാ തുത്ലഖു ഇല്ലാ ബി ദലീലിൻ സഹീഹിൻ, അത് ശരിയായ ദലീൽ കൊണ്ടല്ലാതെ അതിന് മൊഴിയൂല. വലൗ സബത അന്നഹു ഇസ്മുൻ ലം യൽസമു മിൻഹു കറാഹത്തുൻ, ഇനി വലൗ സബത്ത അന്നഹു ഇസ്മുൻ, അത് ഇസ്മാണെന്ന് സ്ഥിരപ്പെട്ടാൽ ലം യൽസം മിൻഹു കറാഹത്തുൻ,
അതിനാൽ കറാഹത്ത് ലാസിമാകൂല. വഖദ് സബതത് അഹാദീസു കസീറ ഫി സ്വഹീഹൈനി ഫി തസ്മിയതിഹി റമളാന മിൻ ഗൈരി ശഹ്രിൻ ഫി കലാമില്ലാഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് സബതത് അഹാദീസുൻ കസീറ, അഹാദീസ് കസീറത്തൻ, ഒരുപാട് ധാരാളം ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫി സ്വഹീഹൈനിയിൽ, സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും, ഫി തസ്മിയത്തിഹി റമളാന, റമളാൻ എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. മിൻ ഗൈരി ഷഹ്റിൻ, ഷഹ്ർ എന്ന് പറയാതെ, ഫി കലാമി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കലാമിൽ ഷഹ്ർ പറയാതെ തന്നെ റമളാൻ എന്ന് പേര് പറഞ്ഞ് സഹീൽ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞെന്താ, റമളാൻ എന്ന് മാത്രം പറയൽ കൊണ്ട് കറാഹത്തൊന്നുമില്ല. മിൻ അതിൽപ്പെട്ടതാണ് ഹദീസ് പറയണം. ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസ് എന്താണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ, ഖാല നബി പറഞ്ഞു, ഇദാ ജാഅ റമളാനു, കണ്ട, റമളാൻ വന്നാൽ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ എന്ത് ചെയ്യും, അടക്കപ്പെടും. അപ്പോൾ റമളാൻ എന്ന് പറഞ്ഞു, റമളാൻ മാസം എന്ന് പറഞ്ഞില്ലല്ലോ. വസുഫിദത്ത് ഷയാത്തീൻ, ശൈത്താന്മാരെ ബന്ധസ്ഥമാക്കപ്പെടും. റവാൽ ബുഖാരിയും മുസ്ലിമൻ ബിഹാദൽ ലഫ്ലി, ഈ ലഫ്ല് കൊണ്ട് മുസ്ലിമും ബുഖാരിയും ഈ ഹദീസ് റിവായത്ത് ചെയ്തു. വഫി റിവായത്തിൻ ലഹുവമാ, അവർക്ക് രണ്ടുപേർക്കുമുള്ള മറ്റൊരു റിവായത്തിലുണ്ട്, ഇദാ ദഖല റമളാൻ, റമളാൻ കടന്നാൽ. ഇവിടെ ഇദാ ജാ റമളാൻ, ഇനി ഇദാ ദഖല റമളാൻ. വഫി റിവായത്തിൻ മുസ്ലിമിന് മറ്റൊരു റിവായത്തിലുണ്ട്, ഇദാ കാന റമളാൻ കാന ആയാൽ. അപ്പോൾ ഇദാ ജാ റമളാൻ, ഇദാ കാന റമളാൻ, ഇദാ ദഖല റമളാൻ എന്നൊക്കെയല്ലേ. വാഷ്ബാഹു ഹാദാ ഫി സഹീഹൈനി ഗൈറു മുഹസ്റത്തിൻ, ഇതിനോട് തുല്യമായവകൾ സഹീഹൈനിൽ ബുഖാരിയിലും മുസ്ലിമിലും ഗൈറു മുൻഹാസിറത്തിൻ, അത് ക്ലിപ്തമാക്കപ്പെടാത്ത, എണ്ണിക്കണക്കാക്കപ്പെടാത്ത അത്രയുണ്ട്. വല്ലാഹു തആല അലം, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഇനി ഫറഅൻ, ഇതൊരു ഫറഅാണ്. ലാ യജിബു സൗമു ഗൈരി റമളാന, കണ്ട, ലാ യജിബു നിർബന്ധമില്ല, സൗമു ഗൈരി റമളാന, റമളാൻ അല്ലാത്ത നോമ്പ്, ബി അസ്ലി ശർഈ, ശർഇൻ്റെ അസ്ല് കൊണ്ട്, ബിൽ ഇജ്മാ കൊണ്ടിട്ട് തന്നെ, ശർഇൻ്റെ അസ്ലിലൂടെ റമളാൻ അല്ലാത്ത ഒരു നോമ്പും നിർബന്ധമില്ല. വഖദ് യജിബു ബി നെദിരിൻ, അപ്പോൾ അത് ഇനി നിർബന്ധമാകുന്നത് നേർച്ച കൊണ്ട് നിർബന്ധമാകും. ഇപ്പോൾ കഫാറത്തിൻ, എന്താ ഫിദിയായിട്ടൊക്കെ നിർബന്ധമാകും. ജസായി സ്വൈദി, അതുപോലെ തന്നെ വേട്ടയാടിയതിൻ്റെ പ്രതിഫലമായിട്ടൊക്കെ നിർബന്ധമാകും. പിന്നെ അതുപോലത്തെ കൊണ്ടൊക്കെ നിർബന്ധമാകുമെന്നല്ലാതെ അടിസ്ഥാനപരമായിട്ട് ശറഈൻ്റെ അടിസ്ഥാനത്തിൽ റമളാൻ അല്ലാത്ത മറ്റൊരു നോമ്പും നിർബന്ധമില്ല. അപ്പോൾ ദലീലുൽ ഇജ്മാഇ, ഇനി ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇജ്മാ ഏകകണ്ഠ അഭിപ്രായം പണ്ഡിതന്മാരുടെ, അതിന് തെളിവെന്താ, ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഖൗലാണ്, ഹീന സാലഹുൽ അറാബിയു അനിൽ ഇസ്ലാമി, ഇസ്ലാമിനെ പറ്റി അറാബി നബിയോട് ചോദിച്ച സമയത്ത് നബി പറഞ്ഞു, ഫഖാല, നബി പറഞ്ഞു, വസിയാമു റമളാന, ഖാല ഹൽ അലയ്യ ഗൈറുഹു, അവൻ നബി പറയാണ്, റമളാനിലെ നോമ്പുണ്ടെന്ന്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹൽ അലയ്യ ഗൈറുഹു, അറാബി ചോദിച്ചല്ലോ നബിയോട്, എൻ്റെ മേൽ മറ്റൊന്ന് നിർബന്ധമുണ്ടോ? ഖാല ലാ, മറ്റൊന്ന് നിർബന്ധം ഇല്ലാൻ തത്തവ, നീ സുന്നത്ത് നോമ്പ് ഒറ്റാലൊഴികെ. റവാൽ ബുഖാരി റിവായത്ത് ഇതാണ്. അപ്പോൾ മുസ്ലിമുൻ റിവായത്ത് മിൻ റിവായത്ത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹിൻ്റെ റിവായത്തിൽ നിന്ന് മുസ്ലിമും ബുഖാരി ഈ ഹദീസ് റിവായത്ത് ചെയ്തു. അപ്പോൾ അവിടെ എന്തോ വേറെ കണ്ട. അപ്പോൾ മറ്റൊരു പോയിൻ്റ് പറഞ്ഞത്, റമളാനിലല്ലാത്ത മറ്റൊരു നോമ്പ് നിർബന്ധമില്ല. ഇനി നിർബന്ധം നേർച്ചയാക്കിയോ അങ്ങനെ അല്ലാത്ത രീതിയിൽ വരുന്നതല്ലാതെ. ഇനി ഫറോൻ മറ്റൊരു പിരിച്ചിൽ, റവ അബൂദാവൂദ് റിവായത്ത് ചെയ്ത് ഇസ്നാദിഹി, അദ്ദേഹത്തിൻ്റെ ഇസ്നാദ് കൊണ്ട്, അൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈലയെ തൊട്ട്, അദ്ദേഹം മുആദ് ബിൻ ജബലിനെ തൊട്ട് റളിയല്ലാഹു അൻഹു, ഖാല, അദ്ദേഹം പറയണം, ഉഹീല സിയാമു സലാസത അഹ്വാലിൻ, 3 വർഷം നോമ്പിനെ ഇഹാല ചെയ്യപ്പെട്ടു. വക്കർ ഹദീസ അദ്ദേഹം പറഞ്ഞു, ഖാല വക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസുമു സലാസ അയ്യാമിൻ മിൻ കുല്ലി ശഹ്റിൻ, 3 അവസ്ഥകളിൽ നോമ്പ്
എന്താണ് ഈ ഹാല ചെയ്യപ്പെടാൻ മുടക്കപ്പെട്ടു എന്നാകാം. വദക്കറൽ ഹദീസ് വക്കാല അദ്ദേഹം പറയുന്നത് വക്കാന റസൂലുള്ളാഹി ആയിരുന്നു അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു സലാസത്ത അയ്യ 3 ദിവസം മിൻകുല്ലി ഷഹ്രിൻ ഓരോ മാസത്തിൽ നിന്നും 3 ദിവസം നോമ്പ് നോക്കും. വയസൂമു അതായത് വയസൂമു യൗമ ആഷുറാ അതുപോലെ തന്നെ ആഷുറാ നോമ്പ് നോക്കും. ഫഅൻസലല്ലാഹു തആല അപ്പോൾ അള്ളാഹു ഇറക്കിയതാണ് കുത്തിബ അലൈക്കുമുസ്സിയാം. അപ്പോൾ ഈ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നോമ്പ് നബി നോക്കിയിരുന്നു അല്ലേ. കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ഈ ആയത്ത് ഏതാണ്? നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞ് അള്ളാഹ് ആയത്തിറക്കി. അപ്പോൾ ഫകാന മൻ ശാഅ അൻ യസൂമ വമൻ ശാഅ അൻ യുഫ്തിറ വയുത്ഇമ കുല്ല യൗമിൻ മിസ്കീനൻ അജ്സഹു ദാലിക. അങ്ങനെ ഫകാന മൻ ശാഅ അപ്പോൾ ഉദ്ദേശിച്ചവരായി അൻ യസൂമ നോമ്പ് നോക്കാൻ ഉദ്ദേശിച്ചവർ, വമൻ ശാഅ അൻ യുഫ്തിറ ഉദ്ദേശിച്ചവരെന്ത് നോമ്പ് മുറിക്കും. വയുത്ഇമ കുല്ല യൗമിൻ മിസ്കീനൻ അവരെന്ത് ചെയ്യും? ഓരോ ദിവസവും മിസ്കീനെ ഭക്ഷിപ്പിക്കും. അജ്സഹു ദാലിക അതവന് മതിയായി. ഫാദ ഹൗലൻ ഇതൊരു ഹൗലാണ്, ഒരു വർഷമാണ് അല്ലേ. ഇവിടെ പറഞ്ഞെന്താണ്? ഇപ്പം കാന മൻഷാ യസൂമ ഇപ്പം കാനപ്പോൾ ഉണ്ടായി മനൊരുത്തൻ ഷാ ഉദ്ദേശിച്ചവൻ യസൂ നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിച്ചവനുണ്ടായി. വമൻഷാ ഉദ്ദേശിച്ചവൻ എന്ത് ചെയ്യാൻ യുഫ്തിറ നോമ്പ് മുറിക്കും. അണ്ട് വൈത്തേമു കുല്ല യൗമിൻ മിസ്കിൻ ഓരോ ദിവസവും മിസ്കിമാരെ ഭക്ഷിപ്പിക്കും. അജ്സഹു ദാലിക അതവന് മതിയാവും. അപ്പോൾ അങ്ങനെ ഉണ്ടായി, ഒരു വർഷം ഇങ്ങനെ ആയിരുന്നു. ഫഅൻസലല്ലാഹു തആല അപ്പോൾ അല്ലാഹു തആല ഇറക്കി ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് പറഞ്ഞ്, അതായത് റമളാൻ മാസം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അത് ഖുർആൻ അവതരിച്ച മാസമാണ്. അത് ഹുദൻ ലിന്നാസ് ജനങ്ങളെ സന്മാർഗത്തിലാക്കാൻ വേണ്ടിയിട്ട്, വബയ്യിനാത്തി മിന ഹുദ സന്മാർഗത്തിൽ നിന്നുള്ള ബയ്യിനാത്തായിട്ടും, വൽ ഫുർഖാനിൽ നിന്നുമുള്ള. അപ്പോൾ ഫമൻ ഷഹിദ മിൻകും കണ്ട ആണ്ട് പറയാണ് ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ആ മാസത്തിന് ഹാജറുണ്ടെങ്കിൽ ഫൽ യസുംഹു അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. ഇനി ആരെങ്കിലും രോഗിയാണെങ്കിലോ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിലോ മറ്റു ഫൈദത്വ മിൻ അയ്യാമിനു മറ്റു ദിവസങ്ങളിൽ നിന്നുള്ള എണ്ണമായ ദിവസം നോമ്പനുഷ്ഠിക്കട്ടെ. അപ്പോൾ ഫസാബത്ത സ്ഥിരപ്പെട്ടു സിയാമു സ്ഥിരപ്പെട്ടു അലാ മൻ ഷഹിദ ഷഹ്റ ആ റമളാനിൽ ഹാജറുള്ളവർക്ക് നോമ്പ് സ്ഥിരപ്പെട്ടു. വലൽ മുസാഫിറിൻ്റെ മേൽ അൻ യഖ്ലിയ അവൻ ഖളാ വീട്ടണം. വസബത്ത തആമു ലിശൈഖിൽ കബീർ ഭക്ഷണം സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ലിശൈൽ കബീർ വലിയ പ്രയാസമുള്ള വളരെ വാർദ്ധക്യമുള്ള ആളുകൾക്ക്. വൽ അജൂസി കഴിവില്ലാത്തവൻ അല്ലാതെ എങ്ങനത്തെ രണ്ട് കഴിവില്ലാത്തവനും കബീറുമാണ് പ്രായമുള്ള ആളുമാണ്. ലാ യസ്തതിആനി സൗമ നോമ്പിന് കഴിയാത്ത വാർദ്ധക്യമുള്ളവർക്കും അതുപോലെ തന്നെ അജൂസ് അശക്തനും അവർക്ക് എന്ത് ചെയ്തു ഭക്ഷണമാണ് സ്ഥിരപ്പെട്ടത്. ഹാദാ ലഫ്ലു റിവായത്ത് അബീദാവൂദ് ഇത് അബൂദാവിൻ്റെ റിവായത്തിൻ്റെ ലഫ്ലാണ്. വദക്കറഹു ഫി കിതാബിൽ അദാൻ അദ്ദേഹം അദാൻ്റെ കിതാബിൽ ഫി ആഖിരിൽ ബാബിൽ അവ്വലി മിൻഹു ഫി ആഖിരിൽ ബാബിൻ്റെ അവസാനത്തിൽ അദാനിൻ്റെ കിതാബിൽ അതിന് പറഞ്ഞിട്ടുണ്ട്. ഫി ആഖിരിൽ ബാബിൽ അവ്വലി മിൻഹു വഹുവ മുർസലുൻ അത് മുർസലാണ്. ഫൈന മുആദൻ ലം യുദ്രിക്കുഹു ഇബ്നു അബീ ലൈല കാരണം മുആദ് ഇബ്നു അബീ ലൈല അദ്ദേഹത്തെ എത്തിച്ചിട്ടില്ല. മുആദിനെ ലം യുദ്രിക്കുഹു അദ്ദേഹത്തെ എത്തിച്ചിട്ടില്ല, ഇബ്നു അബീ ലൈല എത്തിച്ചിട്ടില്ല. ഇനി റവാഹുൽ ബൈഹഖി ബിമഅനാഹു വലഫ്ളിഹി ബൈഹഖി അതിനെ റിവായത്ത് ചെയ്തു മഅന കൊണ്ടിട്ടും ലഫ്ള് കൊണ്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഫൈന റസൂലുള്ളാഹ് എന്താണത് ഹദീസ് ഫൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സാമ നോമ്പനുഷ്ഠിച്ചു കദിമ
അൽ മദീനത്ത മദീനയിൽ മുന്നിട്ടതിന് ശേഷം റസൂലുള്ളാഹി തങ്ങൾ സാമ നോമ്പനുഷ്ഠിച്ചു. ബാദമ ഖദീമൽ മദീനത്ത മദീനയിൽ മുന്നിട്ടതിന് ശേഷം നോമ്പനുഷ്ഠിച്ചു. ഫജാല യസൂമു മിൻ കുല്ലി ഷഹ്റിൻ നബി തങ്ങൾ ഓരോ മാസവും നോമ്പനുഷ്ഠിച്ചിരുന്നു. സലാസത അയ്യാമിൽ 3 ദിവസം. വസാമ ആശുറ അതുപോലെ തന്നെ ആശുറായിൽ നോമ്പനുഷ്ഠിച്ചു. ഫസാമ സബഅത അശറത ഷഹ്റൻ ഷഹ്റ റബീഇൻ ഇലാ റമളാൻ. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു? സബഅത അശറത ഷഹ്റൻ 19 മാസം നോമ്പനുഷ്ഠിച്ചു. അതായത് ഷഹ്ർ റബീ മുതൽ ഇലാ ഷഹ്ർ റബീ വരെ ഇലാ റമളാൻ വരെ. ആ റബീ അതായത് റബീ മുതൽ റബീ വരെ പിന്നെ റമളാനും വരെ. അങ്ങനെ എത്ര മാസമായി? 17 മാസം. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ. 17 സുമ്മ ഇന്നല്ലാഹു തആല പിന്നെ അല്ലാഹു ഫർള അലൈഹി ഷഹ്ർ റമളാൻ അല്ലാഹു റമളാൻ നബിയുടെ മേൽ ഫർളാക്കി. ഫഅൻസല അലൈഹി നബിക്ക് അല്ലാഹ് ഇറക്കി കൊടുത്തു. കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് ആയത്തിറക്കി. ഹദീസ് പറവാദക്കറൽ ബാഖി ഹദീസി അദ്ദേഹം ബാക്കി ഹദീസ് പറഞ്ഞു. ഖാലൽ ബൈഹഖി പറഞ്ഞു ഹാദാ മുർസലൻ ഇത് ഹദീസ് മുർസല ഹദീസാണ്. വഫി റിവായത്തിൻ ലഹു അൻ ഇബ്നു അബീ ലൈല അദ്ദേഹത്തിനുള്ള മറ്റൊരു റിവായത്തിലുണ്ട് ഇബ്നു അബീ ലൈലയെ തൊട്ടുള്ള. ഖാല അദ്ദേഹം പറഞ്ഞു ഹദ്ദസനാ അസ്ഹാബു മുഹമ്മദ് നബിയുടെ സഹാബികൾ എന്നോട് ഹദീസ് പറഞ്ഞു. എന്താണ്? ഖാലു അവർ പറഞ്ഞു ഉഹിയ സൗമു അലാ സലാസ് അഹ്വാലിൻ 3 അവസ്ഥയിലാണ് നോമ്പ് ഇഹാല ചെയ്യപ്പെട്ടത്. ഖദിമന്നാസുൽ മദീന ജനങ്ങൾ മുന്നിട്ടു മദീനയിൽ. വല അഹ്ദാലഹും ബിസ്സിയാമി അവർക്ക് നോമ്പ് കൊണ്ട് ഒരു കരാറുമില്ലായിരുന്നു. ഫക്കാനു യസൂമുന അപ്പോൾ അവരായിരുന്നു സലാസത്ത അയ്യാം 3 ദിവസം നോമ്പനുഷ്ഠിക്കും. മിൻകുല്ലി ഷഹ്റിൻ ഓരോ മാസത്തിൽ നിന്നും. അങ്ങനെ ഹത്താ നസല ഷഹ്റു റമളാൻ എന്ന ആയത്ത് ഇറങ്ങുന്നത് വരെ. അപ്പോൾ ഫസ്തൻകറു ദാലിക അപ്പോൾ അവർ അതിനെ എന്തായത് പ്രയാസമായി കണ്ടുനാകാം. വശക്കാലൈഹിം അതവർക്ക് പ്രയാസമായി. അലിസ്തങ്കറു എന്നാണ് വെറുത്തു എന്നാകാം. വശക്കാലൈഹിം അവർക്ക് പ്രയാസമായി. ഫക്കാന മൻ അത്അമ മിസ്കീനൻ അപ്പോൾ ഉണ്ടായി മൻ ഒരുത്തൻ അത്അമ മിസ്കീനൻ കുല്ല യൗമിൻ ഓരോ ദിവസവും എന്ത് ചെയ്യും? ദരിദ്രനെ ഭക്ഷിപ്പിക്കും. എന്നിട്ട് തർക്ക സിയാമ നോമ്പ് ഒഴിവാക്കും. മിമ്മൻ യുതീഖുഹു അതിന് കഴിവുള്ളവരിൽപ്പെട്ട ഒരുത്തർ എന്ത് ചെയ്യും? നോമ്പ് ഒഴിവാക്കിയിട്ട് റഖസ ലഹും ബി ദാലിക അവർ അതിന് എന്ത് ചെയ്തു? ഇതിൽ അവർക്കത് റുഖ്സയായിട്ട്. അപ്പം കഴിവുള്ളവർ എന്ത് ചെയ്തു? നോമ്പ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. വാ നസഹു അതിനെ അള്ളാഹ് നസ്ഖയാണ്. വാൻ തസൂമു ഖൈറുൻ ലക്കും കണ്ട നിങ്ങൾ നോമ്പനുഷ്ഠിക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്ന് പറഞ്ഞ് ആയത്തിറങ്ങി. അപ്പോൾ അത് നസ്ഖായി. അപ്പോൾ ഫൗമിറൂബി സിയാ അവരോട് സിയാമ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഷഹ്ർ റമളാനിൽ ഉൻസില ഫീൽ ഖുർആൻ ഹുദൻ അപ്പോൾ റമളാൻ മാസം നോമ്പനുഷ്ഠിക്കുന്നവരും അപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ നോമ്പനുഷ്ഠിക്കുന്നവരും അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ട് പാവങ്ങളെ ഭക്ഷിപ്പിക്കുന്നവരുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞല്ലേ നോമ്പ് ആണ് നിങ്ങൾക്ക് നോമ്പ് നോക്കലാണ് ഹൈറെന്ന് പറഞ്ഞപ്പോൾ നോമ്പ് കൊണ്ട് അവരോട് കൽപ്പിക്കപ്പെട്ടു. വദക്കറൽ ബുഖാരി ഹാദാഫി സഹീഹി ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീൽ ഈ ഹദീസ് റിവായത്തിലുണ്ട്. താലീഖം ബി സിയഗത്തി ജസ്മിൻ താലീഖായിട്ട് പറഞ്ഞത് ബി ജസ്മിൻ്റെ സിയ കൊണ്ട്. അപ്പോൾ ഫയക്കൂനു സഹീഹൻ അപ്പോൾ അത് സഹീഹാണ്. കമാ തഖററത്ത് ഖായിദത്തു അദ്ദേഹത്തിൻ്റെ ഖായിദ സ്ഥിരപ്പെട്ടതുപോലെ അപ്പോൾ അത് സഹീഹാണ്. വാദാ ലഫ്ലുഹു ഇതാണ് അദ്ദേഹത്തിൻ്റെ ലഫ്സ്. ഖാല ഇബ്നു നുമൈർ പറഞ്ഞു ഹദ്ദസന അമശ് ബിൻ അംർ ബിൻ മുറ ബിൻ അബി ലൈല ഖാല ഹദ്ദസന അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
നസല റമദാനു കണ്ട നബിയുടെ അബൂലൈല പറയണം. അമഷബിനു അമ്രുബിനു മുറത്തുബിനു അബൂലൈല പറയണം. കാല അദ്ദേഹം പറഞ്ഞു ഹദ്ദസന അസ്സാബ് മുഹമ്മദ് നബിയുടെ സഹാബാക്കൾ പറഞ്ഞു നസല റമലാൻ അവതരിച്ചു. ഷക്ക അലൈഹിം അപ്പോൾ അവർക്കത് പ്രയാസമായി. അപ്പോൾ കാനമൻ അത്താമ കുല്ലയൗമിൻ മിസ്കീനൻ അപ്പോൾ ഫക്കാന മൻ അത്താമ ഭക്ഷിപ്പിക്കുന്നവനുണ്ടായി കുല്ലയ ഓരോ ദിവസവും മിസ്കീനെ ഭക്ഷിപ്പിക്കുന്നവനുണ്ടായി. അണ്ട് തർക്കസവ നോമ്പ് ഒഴിവാക്കി. മിമ്മൻ യുത്തീഖ് അതിന് കഴിയുന്നവരിൽ നിന്ന് തന്നെ. വറുഹിസ ലഹും ഫി ദാലിക അവർക്കത് എന്താക്കപ്പെട്ടതാണ്, റുഖ്സ കിഴിവ് നൽകപ്പെട്ടതാണ്. ഫനസഖത്ത് ഹാ അപ്പോൾ അതിനെ നെസ്ഖ് ചെയ്തു. വാൻ തസൂമു ഖൈറ ആ റുഖ്സയെ എന്ത് ചെയ്തു, നെസ്ഖ് ചെയ്തു. വാൻ തസൂമു ഖൈറൻ എന്ന ആയത്ത് ലക്കും ഫൗമിറു ബിസൗമി ഖൈറൻ ലക്കും അല്ലേ, നിങ്ങൾ നോമ്പനുഷ്ഠിക്കലാണ് നിങ്ങൾക്ക് ഉത്തമം. അപ്പോൾ ഫൗമിറു ബിസൗമി അപ്പോൾ അവരോട് നോമ്പ് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കഴിവുള്ളവർക്ക് തന്നെ മിസ്കീന്മാരെ ഭക്ഷിപ്പിച്ചുകൊണ്ട് നോമ്പ് ഒഴിവാക്കാമായിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, നോമ്പ് തന്നെ അവർക്ക് നിർബന്ധമാക്കപ്പെട്ടു എന്നല്ലേ. ഫറോൻ മറ്റൊരു പിരിച്ചിൽ കാല സലമത്തുബിനുൽ അക്ബർ പറഞ്ഞു റളിയല്ലാഹു അൻഹു പറഞ്ഞു ലമ്മാന സലത്ത് ഹാദിലായ ഈ ആയത്ത് അവതരിച്ചപ്പോൾ. ഏതാണ് ആയത്ത്? വാലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തഅം മിസ്കീൻ. വാലല്ലദീന യുതീഖൂന നോമ്പ് കഴിയുന്നവർക്കുണ്ട്, നോമ്പ് നോക്കാൻ കഴിയുന്ന ആളുകൾക്കുണ്ട്. ഫിദിയത്തു തആമു മിസ്കീൻ മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കൽ ഫിദിയ കൊടുക്കലുണ്ട് എന്ന്. അങ്ങനെ അത് അവതരിപ്പിച്ച കാനമൻ അറാദ ഉദ്ദേശിച്ചവരായ യുഫ്തിറ നോമ്പ് കുറിക്കാൻ ഉദ്ദേശിച്ചവർ വയുഫ്ദിയ ഫിദിയ കൊടുക്കാനും നോമ്പ് കുറിക്കാനും ഉദ്ദേശിച്ചവരുണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്ത് എന്തായാലും മതിയല്ലോ, കഴിവുള്ളവർക്ക് തന്നെ എന്ത് ചെയ്യുക, നോമ്പ് ഒഴിവാക്കിയിട്ട് ഫിദിയ കൊടുത്താൽ മതിയല്ലോ എന്ന്. അങ്ങനെ ഹത്താൻ അസലത്തിൽ ആയത്തു അല്ലത്തി ബാദഹ അതിന് ശേഷമുള്ള ആയത്ത് അങ്ങനെ ഇറങ്ങിയപ്പോൾ ഫനസഖത്ത് ആ ആയത്ത് ഇതിനെ നെസ്ഖ് ചെയ്തു. ഒഫി റിവായത്ത് മറ്റൊരു റിവായത്തിലുണ്ട് കുന്നാ ഫി റമളാൻ അലാ ഹദി റസൂലില്ല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ റമളാനിലായിരുന്നു. മൻ ഷാ സാമ ഉദ്ദേശിച്ചവർ നോമ്പ് നോക്കും, ഒമൻ ഷാ അഫ്തറ ഉദ്ദേശിച്ചവർ നോമ്പ് മുറിക്കും. അങ്ങനെ ഫഫ്തദാബി താമി മിസ്കീമിൻ്റെ ഭക്ഷണം കൊണ്ട് അയാൾ ഫിദിയ കൊടുക്കും. അങ്ങനെ ഹത്ത നസലത്ത് ഹാദിലായത്ത് ഈ ആയത്തിൽ ഏതായത്താണ്? ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു ആരെങ്കിലും റമളാനിൽ ഹാജറുണ്ടെങ്കിൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന ആയത്തിറങ്ങുന്നത് വരെ അങ്ങനെ ചെയ്തിരുന്നു. റവാഹുൽ ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്. മുസ്ലിമും റിവായത്ത് ചെയ്ത് രണ്ട് ഹദീസിനെയും. വഹാദാ ലഫ്ലുഹു ഇതാണ് അദ്ദേഹത്തിൻ്റെ ലഫ്സ്. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടി മനസ്സിലായി അല്ലേ. സലമത്തുബിൻ അക്ബർ പറഞ്ഞത് ഇനി ഫറോൻ മറ്റൊരു ഫറോൻ കേട്ടോ. സ്വാമ റസൂലുള്ളാഹി തങ്ങൾ നോമ്പനുഷ്ഠിച്ചു. റമളാൻ മാസം തിസ്അസിനീന 9 കൊല്ലം. കാരണം ലന്നു ഫുരിദ ഫി ഷാബാന കാരണം ലന്നു അത് ഫുരിദ അതിനെ ഫർദാക്കപ്പെട്ട ഫി ഷാബാൻ മാസത്തിലാണ്. ഫിസ്സനത്തി സാനിയ മിനൽ ഹിജ്റ 2-ാം വർഷത്തിൽ നിന്നുള്ള ഷാബാനിലല്ലേ നോമ്പ് നിർബന്ധമാക്കിയത്. അപ്പോൾ നബി തങ്ങൾ 9 വർഷക്കാലം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. വതൂഫിയൻ നബിയു നബി തങ്ങൾ വഫാത്തായി ഫി ഷഹ്രി റബീഉൽ അവ്വൽ മാസം സനത്ത 11 മിൻ ഹിജ്റ 11-ാമത്തെ വർഷം റബീഉൽ അവ്വലിലല്ലേ നബി വഫാത്തായത്. അപ്പോൾ അതുവരെ റമളാൻ നിർബന്ധമായത് ഹിജ്റ 2-ാം വർഷമാണ്. അത് ശഅബാൻ മാസത്തിലാണ് നിർബന്ധമായത്. പിന്നെ അതിനുശേഷം 9 വർഷം ശേഷിക്കുന്നുണ്ട്. അപ്പോൾ 11 വരെ. അപ്പോൾ നബി തങ്ങൾ 9 വർഷക്കാലം നോമ്പനുഷ്ഠിച്ചു എന്ന് അത് മറ്റൊരു പോയിൻ്റാണ്. ഇനി അടുത്ത് ഫറോൻ മറ്റൊരു പിരിച്ചിൽ കാല അസ്ഹാബുന നമ്മുടെ അസ്ഹാബുകൾ പറഞ്ഞിരിക്കുന്നു. വഗൈറുഹും അവരല്ലാത്തവരും പറഞ്ഞു. എന്താണ്? കാന അവ്വലുൽ ഇസ്ലാമി യുഹരിമു അല സ്വാഇമി അൽ അക്ല വശുർബ വൽ ജിമാഅ മിൻ ഹീനി യനാമു ഔ യുസല്ലിൽ ഇശാ അൽ ആഖിറത ഫഅയ്യുഹുമാ വജദ ഔ ലാ ഹസല ബിഹി തഹരീമു സുമ നുസിഖ ദാലിക ഔ ബിഹൽ ജമീഉ ഇലാ തുലൂഇൽ ഫജ്രി സവാഉൻ നാമ അംലാ. നമ്മുടെ അസ്ഹാബും ഖൈറും പറഞ്ഞു കാന അവ്വലുൽ ഇസ്ലാമിൻ്റെ ആദ്യമായിരുന്നു അല്ലെങ്കിൽ അവ്വലുൽ ഇസ്ലാമായിരുന്നു യുഹരിമു അല സായിമി നോമ്പുകാരന് ഹറാമാക്കിയിരുന്നു അൽ അക്കില
കുടിയും തീറ്റയും കുടിയും വൽ ജിമാ ഭാര്യബന്ധവും ഏത് മുതൽ മിൻ ഹീനി യനാമു അവൻ ഉറങ്ങുന്നത് മുതൽ ഹറാമായിരുന്നു. ഔ യുസല്ലിൽ ഇഷ അല്ലെങ്കിൽ ഇഷ നിസ്കരിക്കുന്നത് മുതൽ അൽ ആഖിറത്ത് അവസാനത്തെ ഇഷ നിസ്കരിക്കുക. ഫയ്യുഹുമാ വജദ അപ്പോൾ ഏതെങ്കിലും ഒന്ന് എത്തിച്ചാൽ, അപ്പോൾ അതായത് ഉറങ്ങുന്നത് മുതലോ അല്ലെങ്കിൽ ഇഷ നിസ്കരിക്കുന്നത് മുതലോ പിന്നെ എന്ത് ചെയ്യില്ല, വേറൊന്നും കഴിക്കാൻ പാടില്ല. ഫയ്യുഹുമാ വജദ ഏതെങ്കിലും ഒന്ന് എത്തിക്കുകയാണെങ്കിൽ ഔല ഹസല ബിഹി തഹരീമു ഔല ഹസല ബിഹി തഹരീമു തഹരീമു ഉണ്ടാകുന്നത് വരെ സുമ്മ നുസിഖ ദാലിക പിന്നെ അതിനെ നസ്ഖ് ചെയ്യപ്പെട്ടതാണ്. പിന്നെ വൗബീഹൽ ജമീഉ ഈ പറഞ്ഞ മുഴുവനും അനുയോജ്യമാക്കപ്പെട്ടു. ഇലാ തുലു ഇൽ ഫജ്രി പ്രഭാതം വരെ സുബൈ വരെ അനുവദനീയമായി. സവാൻ നാമ ഔ ല ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ. അതായത് ആദ്യത്തെ നോമ്പ് അല്ലേ, നോമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞ് നമ്മൾ മഗ്‌രിബിന് നോമ്പ് തുറക്കുമല്ലോ, പിന്നെ അതിനുശേഷം വല്ലതും കഴിക്കണ സമയം ഏതുവരെ ഉള്ളൂ, ഇശാ നിസ്കാരം വരെ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ഉറങ്ങണ വരെയാണ്. അതുപോലെ തന്നെ എന്തുമില്ല, ജിമാ ഒന്നും അനുവദനീയമാക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ പിന്നെ എന്ത് ചെയ്തു, ആ വിധി ദുർബലമാക്കപ്പെടുകയും പ്രഭാതം വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റും ആ നിലക്ക് ആക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇനി വഹ്തജു ഇവിടെ ഇനി അങ്ങനെ ഇരിക്കട്ടെ. ഫയ്യുഹുമ വജദ ഔവലൻ ഹസല ബി തഹരീം എന്ന് പറഞ്ഞിരിക്കട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ കിട്ടണില്ല എന്ന് പറഞ്ഞാൽ ഫയ്യുഹുമ വജദ, അപ്പോൾ ഉറക്കമോ ഇശാനിസ്കാരമോ ഏതാണോ ഔവലൻ ആദ്യം എത്തിച്ചത് ഹസല ബിഹി തഹരീം അതുകൊണ്ട് തഹരീം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നോമ്പുകാരന് കുടിയും തീറ്റയും ഭാര്യഭർത്തൃ ബന്ധം എല്ലാം ഹറാമായിരുന്നു. ഏത് മുതൽ, ഉറങ്ങുന്നത് മുതലോ അല്ലെങ്കിൽ ഇശാനിസ്കരിക്കുന്നത് മുതലോ ഏതെന്നാണ് ആദ്യം എത്തിച്ചത് അത് മുതൽ അവന് ഹറാമു കരസ്ഥമാകും എന്നാണ് അർത്ഥം പറഞ്ഞത്. ഫയ്യൂമ വജദ ഔവലൻ ഹസല ബി തഹരീമു അതും കഴിഞ്ഞ്. ഇനി വഹ്തജു ബി ഹദീസിൽ ബറാഇബ്നു ഹാസിബിൻ അവർ തെളിവ് പിടിച്ചെന്താണ്, ബറാഇബ്നു ഹാസിബിൻ്റെ ഹദീസ് കൊണ്ടിട്ടാണ് തെളിവ്. ഇപ്പോൾ ഈ പറഞ്ഞതിന് തെളിവ് എന്താ, അദ്ദേഹം പറഞ്ഞു കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സഹാബികളായിരുന്നു. ഇദാ കാന റജുലു സായിമൻ ഒരാൾ നോമ്പുകാരനായാൽ ഫഹളറൽ ഇഫ്താർ അങ്ങനെ അവന് ഇഫ്താറിന് ഹാജരായി. അങ്ങനെ ഫനാമ ഖബല യുഫ്തിറ അയാൾക്ക് ഇഫ്താർ നോമ്പ് തുറക്കണ സമയം ഹാജരായി. അങ്ങനെ ഫനാമ ഖബല യുഫ്തിറ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ ഉറങ്ങിയാലോ ലം യഅ്കുൽ ലൈലതഹു അവൻ്റെ രാത്രി അവൻ ഭക്ഷിക്കൂല, വല യൗമഹു അവൻ്റെ പകലും ഭക്ഷിക്കൂല, ഹത്താ യുംസിയ അവൻ വൈകുന്നേരമാകുന്നത് വരെ. കണ്ട വൈന്ന ഖൈസബിന് സർമത്ത് അൽ അൻസാരി തീർച്ചയായും ഖൈസബിന് സർമത്ത് അൽ അൻസാരിയായ ഖൈസ് എന്നവർ റളിയല്ലാഹു അൻഹു കാന സായിമൻ അതേ നോമ്പുകാരനായിരുന്നു. അങ്ങനെ ഫലം ഹളറൽ ഇഫ്താറു അദ്ദേഹത്തിന് ഇഫ്താർ ഹാജരായപ്പോൾ, അതായത് നോമ്പ് തുറക്കാനുള്ള സമയം ഹാജരായപ്പോൾ അത്തമ്രത്തഹു ഭാര്യയുടെ അടുത്ത് ചെന്നു. ഫഖാല ലഹ അണ്ട് ഭാര്യയോട് ചോദിച്ചു, ഇന്ദക്കി സആമൻ നിൻ്റെ അടുത്ത് വല്ലതുമുണ്ടോ, ഭക്ഷണമുണ്ടോ? കാലത്ത് അവർ പറഞ്ഞു ലാ ഇല്ല, വലാക്കിൻ അന്തലിക്കൂ എങ്കിലും ഞാൻ പോകാം, ഫാത്തിലുബുലക്ക അങ്ങേക്ക് വേണ്ടി ഞാൻ തേടാം. ഇവിടെ ഭക്ഷണമൊന്നുമില്ല എങ്കിലും ഞാൻ ആരോടും ചോദിച്ചു നോക്കട്ടെ കിട്ടുമോ എന്ന്. വകാന യൗമഹു യാമലു അദ്ദേഹത്തിൻ്റെ പകലിൽ ജോലി ചെയ്ത് വന്നതല്ലേ. അങ്ങനെ ഫഗലബത്തു ഐനാഹു അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളിങ്ങനെ അതിജയിച്ചു പോയി. അതങ്ങനെ അങ്ങനെ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി. ഫജാത്തു ഇമ്രാത്തുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഫലമ്മാ റാത്തുഹു അവർ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഖാലത്ത് അവർ പറഞ്ഞു ഖൈബത്തൻ ലക്ക എന്ന് പറഞ്ഞു. ഖൈബ എന്ന് വെച്ചാൽ എന്താ? ഫലമ്മൻ തസഫ നഹാറു
ഉഷിയ അലൈഹി. ആ അങ്ങനെ അന്ന് പകലായപ്പോൾ ഫലമ്മൻ തസഫൻ നഹർ പകുതിയായപ്പോൾ ഉഷിയ അലൈഹി അദ്ദേഹത്തിന് ബോധക്കേട് വന്നു. അപ്പോൾ അതക്കറത്ത് ദാലിക്കലി നബി, അപ്പോൾ നബി തങ്ങളോട് അവർ ഭാര്യ പോയിട്ട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ നസലത്ത് ഹാദിൽ ആയത്ത്, അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പോൾ ഈ സംഭവത്തോടു കൂടിയാണ് നേരത്തെ പറഞ്ഞത് ദുർബലമാക്കപ്പെട്ടത്. എന്താണ്, ഏതായത്താണ്? ഉഹില്ലത്തിലക്കും ലൈലത്ത സിയാമിർ റഫസ് ഇലാ നിസായിക്കും, നിങ്ങൾക്ക് അനുവദനമാക്കപ്പെട്ടു നോമ്പിൻ്റെ രാത്രി റഫസു ഇലാ നിസായിക്കും, നിങ്ങളുടെ ഭാര്യമാരിലേക്കുള്ള ബന്ധം നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടു. ഫരിഹു ബിഹാ ഫറാൻ ഷദീദ, അപ്പോൾ അവർ എന്ത് ചെയ്തു? ഇതുകൊണ്ട്, ഈ ആയത്ത് കൊണ്ട് വല്ലാണ്ട് സന്തോഷിച്ചു. വനസലത്ത് അവതരിച്ചു, വീണ്ടും അവതരിക്കണം. എന്താണ്? വക്കുലു വഷ്റബു, നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ്, നിങ്ങൾക്ക് പകൽ വെളിവാകുന്നത് വരെ, അതായത് പ്രഭാതം വരെ ഭക്ഷിച്ചോ. ഇവിടെ ഉദ്ദേശം നിങ്ങൾക്ക് വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നത് വരെ നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തോന്ന്. റവാൽ ബുഖാരി ഫി സഹി, ബുഖാരി ഇമാം അദ്ദേഹത്തിൻ്റെ സഹീലി ഹദീസ് റിവായത്ത് ചെയ്തു. വാനിബിൻ അബ്ബാസിനെ തൊട്ട് അൻഹുമ, അവർ രണ്ടുപേരും. കാന അല, ഇബിൻ അബ്ബാസിനെ തൊട്ടുണ്ട് റളിയല്ലാഹു അൻഹുമ, കാന അല അഹദിൻ നബി, നബി തങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു. ഇദാ സല്ലു, അവർ നിസ്കരിച്ചാൽ, അൽ അത്തമ നിസ്കരിച്ചാൽ, അതായത് ഇശാകാം, അത്തമ എന്നുദ്ദേശം. ഹുരിമാലഹിം തആമു, അവരുടെ മേൽ ഭക്ഷണം ഹറാമാക്കപ്പെട്ടിരുന്നു. വശറാബു, കുടിയും. വന്നിസാവു, പെണ്ണുങ്ങളും, അതായത് പെണ്ണുങ്ങളുമായുള്ള ബന്ധവും. വസാമു ഇലൽ ഖാബില, അവരെന്ത് ചെയ്യും? അടുത്തയിലേക്ക് നോമ്പ് നോക്കും. ഫഖ്താന റജുലൻ നഫ്സഹു, അപ്പോൾ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനോട് വഞ്ചന കാട്ടി. ഫജാമമ്രത്തു, ഭാര്യയുമായി ബന്ധപ്പെട്ടു. വഖദ് സല്ലൽ ഇശാ, അദ്ദേഹം എന്ത് ചെയ്തു? ഇശ നിസ്കരിച്ചു. അലം യുഫ്തിർ, അദ്ദേഹം നോമ്പ് മുറിച്ചില്ല. ഫറാദല്ലാഹു തആല യജ്അല ദാലിക യുസ്റൻ ലിമൻ ബഖിയ, കണ്ട, വലം യുഫ്തിർ, അദ്ദേഹം നോമ്പ് മുറിച്ചില്ലായിരുന്നു. ഫറാദല്ലാഹ്, അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചു യജ്അല ദാലിക യുസ്റൻ ലിമൻ ബഖിയ, അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചു ഇതിനെ എളുപ്പമാക്കാൻ, ലിമൻ ബഖി, ബാക്കിയുള്ളവർക്ക് എളുപ്പമാക്കാൻ ഉദ്ദേശിക്കുകയും. റുഖ്സത്തൻ, അതൊരു റുഖ്സയാക്കി, ഒരു ഇളവാക്കി. മംഫാത്തൻ, ഒരു ഉപകാരമാക്കി. ഫഖാല അസ്സ വജല്ല, അള്ളാഹു പറയാണ്, അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശരീരങ്ങളോട് വഞ്ചന നടത്തിയെന്ന് അള്ളാഹുവിനറിയാം. വക്കാന, അപ്പോൾ അള്ളാഹ് അങ്ങനെ എന്താക്കി? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവദനമാക്കി കൊടുത്തു രാത്രിയിൽ. വക്കാന ഹാദാ മിമ്മാ നഫ അല്ലാഹു തആല ബിഹിൻ നാസ, അപ്പോൾ ഇതായിരുന്നു മിമ്മ, ഒന്നിൽപ്പെട്ടതായ. നഫ അല്ലാഹു തആല ബിഹി, അള്ളാഹു തആല ഉപകാരം ചെയ്തു, ജനങ്ങൾക്ക് ഉപകാരം ചെയ്ത ഒന്നിൽപ്പെട്ടതായി. വറഖസലഹും വയസ്സറഹു, അവർക്കല്ലാഹ് വിട്ടുവീഴ്ച ചെയ്യുകയും എളുപ്പമാക്കുകയും ചെയ്ത ഒന്നായത്. റവാഹു അബൂദാവൂദ് റിവായത്ത് ചെയ്തു. വഫീ ഇസ്നാദിൽ ളുഅഫുൻ, അബൂദാവൂദിൻ്റെ ഇസ്നാദിൽ ളുഅഫുണ്ട്. വലം യുളായിഫു അബൂദാവൂദ് വല്ലാഹു തആല, പക്ഷേ ഇതിനെ അബൂദാവൂദ് ലഈഫാക്കിയിട്ടില്ല. ഇനി ഖാലൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ്, സൗമു റമളാന, റമളാൻ മാസം, റമളാൻ നോമ്പ്, റുക്നുൻ മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്കുനുകളിൽപ്പെട്ട ഒരു റുക്കുനാണ്, അല്ലേ? ഇസ്ലാം കാര്യം 5 ഉണ്ട്, അതിൽപ്പെട്ട ഒരു ഫർളാണ്. ഫർളൻ മിൻ ഫുറൂദിഹി, ഇസ്ലാമിൻ്റെ ഫർളുകളിൽപ്പെട്ട ഒരു ഫർളാണ്. വദ്ദലീലു അലൈഹി, അതിന് തെളിവെന്താ? റമളാനിലെ നോമ്പ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകമാണെന്നുള്ള തെളിവ് മാ റവാ ഇബ്നു ഉമർ റിവായത്ത് ചെയ്ത ഹദീസാണ് റളിയല്ലാഹു അൻഹുമ. ഇന്ന നബി, എന്താണ് നബി തങ്ങൾ? തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, നബി പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു, ഇസ്ലാമിനെടുക്കപ്പെട്ടിരിക്കുന്നു അലാ ഖംസിൻ, ഇസ്ലാമിനെ പണിയപ്പെട്ടത് 5 കാര്യങ്ങളുടെ മേലാണ്. അതായത് ഷഹാദത്ത് അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുക. വഇഖാമസ്സലാ, നോമ്പ് നിസ്കാരം നിലനിർത്തുക. വൈതായി സക്കാത്ത്, സക്കാത്ത് കൊടുക്കൽ. വൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യുക. വസൗമു റമളാൻ നോമ്പ് അനുഷ്ഠിക്കുക. അതൊക്കെയാണ് അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല എന്ന് സാക്ഷ്യം വഹിക്കുക. 2 നിസ്കാരം നിലനിർത്തുക. 3 സക്കാത്ത് കൊടുത്തു വിട്ടുക.
4 ഇവിടെ ഹജ്ജായിട്ട് എണ്ണി, 5 റമദാൻ മാസമായിട്ട് എണ്ണി, റമദാനിലെ നോമ്പ്. അപ്പോൾ അല്ലാതെയും വന്നു. എണ്ണം ശരിക്കും വരുമ്പോൾ 4-മതായിട്ടാണ് നോമ്പെണ്ണ. അപ്പോൾ ഈ ഹദീസിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. ഷഹാദത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നബിതങ്ങളെ ഷഹാദത്തിലുണ്ട്. ഇനി അഷ്റഹ്, ഇനി ഷറഹ് പറയും, ഷറഹ്. അപ്പോൾ ഇത് മുസന്നിഫ് പറഞ്ഞതല്ല. ഇനി അതിൻ്റെ വ്യാഖ്യാനം നമ്മുടെ നബിമാൻ പറയാം. ഹാദൽ ഹദീസ്, ഈ ഹദീസ് റവാഹുൽ ബുഖാരി റിവായത്ത് ചെയ്ത്, മുസ്ലിം റിവായത്ത് മിൻ തുർക്കിൻ കസീറ, ഒരുപാട് വഴികളിലൂടെ. മിൻ റിവായത്ത് ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ നിന്നിട്ട് വ്യത്യസ്തങ്ങളായ മാർഗങ്ങളിലൂടെ ബുഖാരി മുസ്ലിം ഈ ഹദീസ് റിവായത്ത് ചെയ്ത്. ഇനി വഖൗലു ഫർളൻ മിൻ ഫുറൂദിഹി എന്ന് പറഞ്ഞല്ലോ, ഫർളുകളിൽപ്പെട്ടൊരു ഫർളാണെന്ന് പറഞ്ഞല്ലോ മുസന്നിഫ്. അവിടെ അത് തൗക്കീദൻ വൈലാഹൻ, അത് ശക്തിപ്പെടുത്തി പറഞ്ഞതാണ്. റുക്കുനം മിൻ അർക്കാനി എന്ന് പറഞ്ഞ പോലെ തന്നെ ഫർളൻ മിൻ ഫുറൂദി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശക്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. വൈലാഹാണ്, വ്യക്തമാക്കാൻ. ഈ ജവാസ് തസ്മിയത്തിഹി റുക്കുനൻ വ ഫർളൻ, അതിന് പേര് പറയാം. റുക്കുനെന്നും ഫർളെന്നും പേര് പറയൽ അനുവദനീയമാണ് എന്ന് വ്യക്തമാക്കിയതാണ്. ഇനി ഫർളെന്നും പറയാം, നോമ്പ് ഫർളാണെന്നും പറയാം, നോമ്പ് റുക്കുനാണെന്നും പറയാം. വല വ്യക്തസലാറ റുക്കുനിൻ, ഇനി റുക്കിന് എന്നതിന് പറഞ്ഞുകൊണ്ട് ചുരുക്കിയായിരുന്നെങ്കിൽ കഫാവു, അത് മതിയാകുമായിരുന്നു. കാരണം അന്നഹു യൽസഉ മിൻഹു അന്നഹു ഫർളൻ, കാരണം റുക്കുനെന്ന് പറഞ്ഞാൽ തന്നെ ഫർളാണെന്ന് സ്ഥിരപ്പെടുമല്ലോ. ഒഫി ഹാദൽ ഹദീസ്, ഇനി ഹദീസിലുണ്ട് ജവാസു ഇത്ലാഖി റമളാന മിൻ ഗൈരി ദിക്രി ഷഹരി, നേരത്തെ പറഞ്ഞ കാര്യം. ഈ ഹദീസിലുണ്ട് ജവാസു ഇത്ലാഖി റമളാനിനെ മൊഴിയൽ ജായിസാണെന്ന്, മിൻ ഗൈരി ദിക്രി ഷഹരി, മാസം പറയാതെ. അപ്പോൾ ഷഹറു റമളാൻ എന്ന് പറയാതെ റമളാൻ എന്ന് മാത്രം പറയൽ അനുവദനീയമാണെന്ന് ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടല്ലോ. വഹുവ സവാബു കമാ സബഖ ഖരീബ, അതാണ് സത്യമായ അഭിപ്രായം. മുമ്പ് മുന്തി കഴിഞ്ഞല്ലോ, നമ്മൾ ആ ചർച്ച ആദ്യം പറഞ്ഞതാണ്. ഇനി ഫൈൻകില ചോദിക്കപ്പെട്ട ലിമസ്തുദില്ല ബിൽ ഹദീസ് ദൂനൽ ആയത്തി, ഈ ഹദീസ് കൊണ്ട് എന്താ തെളിവിടിച്ചത്? ദൂനൽ ആയത്തി, ആയത്തില്ലാതെ, ആയത്ത് കൂടാതെ ഇവിടെ റമളാൻ എന്ന് പറയാം, ഷഹർ റമളാൻ എന്ന് പറയേണ്ടതില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് ഹദീസ് കൊണ്ടല്ലേ തെളിവിടിച്ചത്. വക്കദാസ്തുദില്ല ബിഹി ഫിൽ ഹജ്ജി ദൂനൽ ആയത്തി, പ്രകാരം തന്നെ ഇതുകൊണ്ട് തെളിവിടിച്ചു, ഹജ്ജിലും തെളിവിടിച്ചല്ലോ. ആയത്തില്ല, ആയത്ത് കൂടാതെ എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ കുല്ല, നാം പറയും മുറാദുഹു, ഉദ്ദേശം അൽ ഇസ്തിദ്ലാലു അലാ അന്നഹു റുക്കുനൻ, റുക്കുനാണ് എന്നതിൻ്റെ മേലെ തെളിവിടിക്കലാണ്. വഹാദ യഹ്സുലു മിനൽ ഹദീസി, അത് ഉണ്ടാകുന്നത് ഹദീസിൽ നിന്നല്ല ഉണ്ടാകുക, ലാ മിനൽ ആയത്തി, ആയത്തിൽ നിന്നുണ്ടാകൂല. അപ്പോൾ ഫറദ് ദലീലു അലി, ദലീല് പറഞ്ഞപ്പോൾ മുസന്നിഫ് ദലീല് പറഞ്ഞത് ഫറലാണെന്ന് ദലീല് പറഞ്ഞ എന്താണ്? ഹദീസ് കൊണ്ട്. നബി ബുനിൽ ഇസ്ലാം അല ഹംസിൻ എന്നൊക്കെ പറഞ്ഞ് ഹദീസ് പറഞ്ഞിട്ടാണല്ലോ തെളിവ് പറഞ്ഞത്. എന്തുകൊണ്ട് ആയത്ത് കൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ അതിന് ഉദ്ദേശം പറഞ്ഞത് റുക്കിനാണെന്നതിൻ്റെ മേലെ തെളിവാണ്. അല്ല ഹാദാ യസ്മിൻ അദിലാബിൻ അല്ല ആയത്തി, അത് ഫറലാണെന്നതിനുള്ള തെളിവാണ് ഉദ്ദേശം. അത് ഹദീസ് കൊണ്ട് കിട്ടുക, എന്തില്ല, ആയത്ത് കൊണ്ട് കിട്ടൂല. ഇനിയിപ്പോൾ അമ്മൽ ഫറിയത്തു, ഫറലാണെന്നുള്ളത് റുക്കിനാണെന്നതിന് തെളിവാണ്. ഇനി ഫറലാണെന്നുള്ളതോ തഹസിലു മിൻഹുമാ, അത് ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും ഉണ്ടാകുന്നുണ്ട്. വഹാദൽ ഹുക്കുമുല്ലദി ദക്കറഹു വഹുവ കൗനു സൗമി റമളാന റുക്കനൻ വ ഫർളൻ മുജ്മഉൻ അലൈഹി. വഹാദൽ ഹുക്കുമുല്ലദി ദക്കറഹു, അദ്ദേഹം പറഞ്ഞ ഈ ഹുക്കും, വഹുവ കൗനു സൗമി റമളാന, അതെന്താണത്? റമളാനിലെ നോമ്പ് റുക്കുനും ഫർളുമാണെന്നുള്ളത് മുജ്മഉൻ അലൈഹിയാണ്, അതിൻ്റെ മേൽ ഏകാഭിപ്രായമാണ്, ഇജ്മായി ചെയ്യപ്പെട്ട അഭിപ്രായം. ദലായിലുൽ കിതാബി വ സുന്നത്തി വൽ ഇജ്മായി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഇജ്മായിൻ്റെയൊക്കെ തെളിവുകൾ മുത്തലാഹിറത്തിന് പ്രത്യക്ഷമാണ്, അലൈഹി അതിൻ്റെ മേൽ പ്രത്യക്ഷമാണ്. വാജ്മ ഓർ ഇജ്മായിട്ടുണ്ട് അലാ അന്നഹു ലാ യജിബു വൈറുഹു, റമളാൻ നോമ്പല്ലാത്ത മറ്റൊന്നും നിർബന്ധമില്ല എന്നതിൻ്റെ മേൽ അവർ ഇജ്മാവുമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വയത്തഹിമു എന്നായിരിക്കും,
വുജൂബു ദാലിക അലാ കുല്ലി മുസ്ലിം വാലിൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.